പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 4 ബുധനാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പുതിയ ദിവസം അങ്ങയുടെ വലിയ ദാനമാണെന്ന് തിരിച്ചറിയാനും അവിടുത്തെ വചനങ്ങൾക്കനുസൃതമായി ഏറ്റവും എളിമയോടെ ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കണമേ. ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ പ്രതി വേദനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസം മുഴുവനും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ എപ്പോഴും പിതാവിൻ്റെ ഹിതം മാത്രം പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് എപ്പോഴും അവിടത്തേക്ക് പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്നു. കർത്താവിന് ഇഷ്ടമാകുന്നത് പ്രവർത്തിച്ചാൽ അവിടുന്ന് നമ്മെ വിട്ടുമാറാതെ നിൽക്കുമെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യവും ഈശോയ്ക്ക് ഇഷ്ടമാകുന്നത് പോലെ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടുന്ന് പിതാവിനോട് ഒട്ടിച്ചേർന്ന് നിന്നതുപോലെ ഇന്ന് നമുക്ക് ഈശോയോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും ചെയ്യാനായി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.